എന്റെ പ്രിയ ഭക്ത, ഇന്ന് രാത്രി നീ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് നിനക്കൊരു പ്രധാനപ്പെട്ട സന്ദേശം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സന്ദേശം നിന്റെ ഹൃദയത്തിനായുള്ളതാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. ഈ വീഡിയോ അവസാനോ വരെ കാണുക. എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പമുണ്ടാകും. ഭക്ത, ഈ ലോകത്തിൽ നീ ഒറ്റക്കാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ലോകം മുഴുവൻ മുന്നോട്ടു പോകുമ്പോൾ നീ മാത്രം ഒരു സ്ഥലത്ത് നിൽക്കുന്നുവെന്ന് തോന്നിയിട്ടുണ്ടോ? നീ എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ ശരിയായി നടക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നീ പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ മനസ്സ് വളരെ ഭാരമായി തോന്നിയിട്ടുണ്ടാകും. നീ ആരോടും പറയാൻ കഴിയാത്ത വേദനകൾ നിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും നിനക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടാകും. പക്ഷേ ഭക്ത, ഒരു കാര്യം നീ ഓർക്കണം. നിന്റെ ജീവിതത്തിലെ ഓരോ സംഭവവും ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. നീ കാണുന്ന കഷ്ടതകൾ നിന്റെ ജീവിതത്തെ തകർക്കാൻ വന്നതല്ല, അത് നിന്നെ ശക്തമാക്കാനാണ് വന്നിരിക്കുന്നത്. ഒരു വൃക്ഷം ശക്തമായി വളരാൻ അതിന്റെ വേരുകൾ ആഴത്തിൽ പോകണം. അതുപോലെ നിന്റെ ആത്മാവ് ശക്തമാകാൻ ചില പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരേണ്ടതാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ നാളെ നിനക്കൊരു വലിയ അനുഗ്രഹമായി മാറും. നീ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പ്രശ്നങ്ങൾ? ഭക്ത, നിനക്ക് ലഭിക്കുവാൻ ഉള്ള അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അതിനാൽ നിന്റെ ആത്മാവിനെ തയ്യാറാക്കാൻ ജീവിതം നിന്നെ പരിശീലിപ്പിക്കും. നീ ഇപ്പോൾ കടന്നുപോകുന്ന ഈ കാലഘട്ടം ഒരു പരിശീലനകാലമാണ്. ഇത് നിന്റെ ആത്മാവിനെ കൂടുതൽ ശക്തമാക്കുന്നു. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ വേദനയും നിന്റെ ആത്മാവിനെ കൂടുതൽ പ്രകാശമുള്ളതാക്കുന്നു. നീ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാകും, നിന്റെ കണ്ണുകളിൽ നിന്നു വീണ ഓരോ കണ്ണുനീരും എനിക്ക് അറിയാം. നീ ഒരിക്കലും ഒറ്റക്കല്ല. നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ കാണുന്നുണ്ട്. നീ നടക്കുമ്പോൾ നിന്റെ കൂടെ ഞാൻ നടക്കുന്നു. നീ വീഴുമ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഞാൻ അവിടെ ഉണ്ടാകും. ഭക്ത, ജീവിതം ചിലപ്പോൾ നിനക്ക് അടഞ്ഞ വാതിലുകൾ കാണിച്ചിട്ടുണ്ടാകും. നീ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷേ നിനക്കറിയാത്ത ഒരു സത്യമുണ്ട്. ചില വാതിലുകൾ അടയുന്നത് നിനക്കായി വലിയ വാതിലുകൾ തുറക്കാൻ വേണ്ടിയാണ്. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ വരാനിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. നീ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ വരും. നീ ഒരിക്കൽ പോലും വിചാരിക്കാത്ത വഴികളിലൂടെ നിന്റെ ജീവിതം മാറും. ഭക്ത, ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാൻ വന്നിരിക്കുന്നത് ഒരു വലിയ സത്യമാണ്. നിന്റെ ജീവിതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിന്റെ കഥ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങൾ ഇനി വരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ മാത്രം നോക്കി നിന്റെ ജീവിതത്തെ വിലയിരുത്തരുത്. നിന്റെ മുന്നിൽ ഇനി വളരെ വലിയ വഴികൾ തുറക്കാനുണ്ട്. നിന്റെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സമൃദ്ധി എന്നിവ വരാൻ പോകുന്നു. പക്ഷേ അതിനായി നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നീ വിശ്വാസം നിലനിർത്തണം. നിന്റെ ഹൃദയം ശുദ്ധമായി നിലനിർത്തണം. നീ മറ്റുള്ളവർക്കായി നല്ലത് ചെയ്യണം. നീ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വേഗത്തിൽ എത്തും. നീ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും നിന്റെ ആത്മാവിനെ പ്രകാശമുള്ളതാകുന്നു. ഭക്ത, ജീവിതം ചിലപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നും. പക്ഷേ ആ സമയങ്ങളിലാണ് നിന്റെ ആത്മാവ് വളരുന്നത്. നീ ഒറ്റപ്പെട്ട സമയമുണ്ടാകും. ആ സമയങ്ങളിൽ നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകും. ആ നിമിഷങ്ങൾ നിന്റെ ആത്മാവിനെ മാറ്റുന്ന നിമിഷങ്ങളാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടം നിന്റെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. വളരെ പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വരും. നിന്റെ മനസ്സിൽ സമാധാനമുണ്ടാകും. നിന്റെ വീട്ടിൽ സന്തോഷമുണ്ടാകും. നിന്റെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകും. നീ ഇപ്പോൾ കാണുന്ന ഇരുട്ട് നിന്റെ ജീവിതത്തിലെ അവസാന ഇരുട്ടാണ്. ഇതിനുശേഷം നിന്റെ ജീവിതത്തിൽ വെളിച്ചം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഭക്ത, ഭയപ്പെടേണ്ട, വിഷമിക്കേണ്ട. നിന്റെ ജീവിതത്തിന്റെ വഴികാട്ടി ഞാൻ തന്നെയാണ്. നിന്റെ ഓരോ ചുവടും എന്റെ അനുഗ്രഹത്തിന്റെ കീഴിലാണ്. ഇന്ന് രാത്രി നീ ഉറങ്ങാൻ പോകുമ്പോൾ നിന്റെ മനസ്സിലുള്ള എല്ലാ ആശങ്കകളും എനിക്ക് സമർപ്പിക്കുക. നീ സമാധാനത്തോടെ ഉറങ്ങുക. നാളെ നീ എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ശക്തി നിന്റെ ഉള്ളിലുണ്ടാകും. ഒരു പുതിയ പ്രതീക്ഷ നിന്റെ ഹൃദയത്തിലുണ്ടാകും. നിന്റെ ജീവിതം പതിയെ ഒരു മനോഹരമായ വഴിയിലേക്ക് മാറും. ഓർക്കുക ഭക്ത, വിശ്വാസമുള്ള ഹൃദയം ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്ന ആത്മാവ് ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. നിന്റെ ജീവിതത്തിൽ വളരെ വലിയ അനുഗ്രഹങ്ങൾ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥന നിർത്തരുത്. നിന്റെ ഹൃദയം നല്ലതാക്കി നിലനിർത്തുക. എന്റെ കരുണയും അനുഗ്രഹവും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും.